ഹായ്, വെൽക്കം ടു AZB അക്കാഡമി. എൻ്റെ പേര് അനുരാജ്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം PT ഡേറ്റ് ഔട്ടായില്ലേ? PT ഡേറ്റ് ഔട്ടായിട്ടുണ്ട്. PT ഡേറ്റ് എന്നാണ്? ജൂലൈ 29, 30, 31 എന്ന് പറയുന്ന തീയതികളിലാണ് എന്ത് നടക്കാൻ പോകുന്നത്? PT കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ചെന്നൈ നമ്മൾ മിക്കവരും എന്തായിരിക്കും? ചെന്നൈ RRB ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ചെന്നൈ RRBയുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? അവധി ചെന്നൈ എന്ന് പറയുന്ന സ്പോട്ടിലായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ? നമ്മുടെ ഫിസിക്കലിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഒഫീഷ്യൽ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഏത്? സെക്കന്ദരാബാദ് RRB പുറത്തു വിട്ടിട്ടുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്. ഇതിനകത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളുടെ PTയിൽ എന്തൊക്കെ കാണും എന്നുള്ളത് വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. എന്തൊക്കെയാണ് മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും ട്രാൻസ്ജെൻഡേഴ്സിനും എന്തൊക്കെയാണ് PTയിൽ ഉള്ളതെന്ന് നമുക്ക് ആദ്യം പറയാം. മെയിലിന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിന് വെയിറ്റ് ക്യാരിങ് എന്ന് പറയുന്നൊരു ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 35 കിലോ ഉള്ളൊരു ചാക്ക് വെയിറ്റ് അത് ലിഫ്റ്റ് ചെയ്ത് 100 മീറ്റർ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ഓടുകയോ നടക്കുമോ നമ്മുടെ ഇഷ്ടമാണ്. 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. പക്ഷേ ഇതിനകത്തൊരു 1 ചാൻസ് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് പരിപാടി. എന്നുവെച്ചാൽ വൺസ് നമ്മൾ ആ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ചെയ്യുന്നത് ഈ 100 മീറ്റർ കവർ ചെയ്തതിന് മാത്രമായിരിക്കണം. അതിനിടയ്ക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ PT ഫെയിലായി പോകും. ഇത് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഇതിൽ നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാൻ പറ്റൂ. നെക്സ്റ്റ് റൗണ്ടാണ് റണ്ണിങ് റൗണ്ട്. ഈ റണ്ണിങ് റൗണ്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് 1000 മീറ്റർ എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ 4 മിനിറ്റും 15 സെക്കൻഡ് കൊണ്ടും നമ്മൾ കവർ ചെയ്യണം. 1 കിലോമീറ്റർ 4 മിനിറ്റും 15 സെക്കൻഡ് കൊണ്ടും. അത് അത്യാവശ്യം പ്രാക്ടീസ് വേണം. വെറുതെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം പോയി നമുക്ക് ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കാണും. പക്ഷേ മിക്കവരുടെയും ഫിസിക്കൽ സ്റ്റേറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് കാഫ് ഇഞ്ചറി വരും, അല്ലെങ്കിൽ നമ്മുടെ മസിൽ പിടിക്കും എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ വരും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പ്രാക്ടീസ് വേണം. ഫീമെയിൽസിൻ്റെയും ട്രാൻസ്ജെൻഡറുടെയും ഫീമെയിൽസും ട്രാൻസ്ജെൻഡറും ഒരു കാറ്റഗറിയിൽ തന്നെയാണ് പെടുന്നത്. ഫീമെയിൽസിന് വരുന്നതെന്ന് വെച്ചാൽ 20 kg 20 കിലോയുടെ ഒരു ചാക്കെടുത്ത് 100 മീറ്റർ 2 മിനിറ്റിൽ. ബോയ്സിന് 35 കിലോ ആവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ ഇതേ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് അവർക്കും. വൺസ് ചാക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ 100 മീറ്റർ കഴിഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അത് വിത്തിൻ 2 മിനിറ്റ് നമ്മളവിടെ റീച്ച് ചെയ്യുകയും വേണം. അവരുടെ ഗേൾസിൻ്റെ റണ്ണിങ് എന്ന് പറയുന്നത് അതും 1 കിലോമീറ്റർ തന്നെയാണ്. പക്ഷെ അവർക്ക് ടൈം കുറച്ച് കൂടുതലുണ്ട്. എത്ര? 5 minutes 40 seconds ആണ് അവർക്ക് എന്തുള്ളത്? ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമിംഗ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ PWD ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് എന്താണ്? ഫിസിക്കലിൽ നിന്ന് അവർ എക്സെപ്റ്റഡ് ആണ്. അവർക്ക് എന്ത് ചെയ്യണം? പക്ഷെ അവർ മെഡിക്കൽ പാസ്സായിരിക്കണം. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ റണ്ണിങ്ങിൻ്റെ ഏതൊക്കെ ഇവൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഇവൻ്റ് നമ്മളിപ്പോൾ ഇത്രയേ സ്റ്റേജിൽ എത്തിയല്ലേ? കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. 2024 വിളിച്ച എക്സാമാണ്. നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് കട്ട് ഓഫും ക്ലിയർ ചെയ്ത് നമ്മൾ PTയിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ഇനി നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. നമ്മുടെ ഡേറ്റിംഗ് അടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെ നമുക്ക് PTക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒന്ന് നമ്മൾ സ്ട്രെച്ചിങ് ആണ്. നമ്മൾ ഈ കൊടുത്തേക്കുന്നതാണ് ബേസിക് സ്ട്രെച്ചിങ്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സ്റ്റേജിൽ എത്തിയ സ്ഥിതിക്ക് നിങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്യുക? ഒരു ട്രെയിനറിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു 30 മിനിറ്റ് വാക്കിംഗ്, ഒരു 1 വീക്കിൽ ഒരു 30 മിനിറ്റ് വാക്കിംഗ് നിങ്ങൾ ചെയ്യുക. 20 മിനിറ്റ്സ് ജോഗിങ് ചെയ്യുക. ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് നമ്മൾ ബോയ്സിനായാലും ഗേൾസിനായാലും ട്രാൻസ്ജെൻഡേഴ്സിനായാലും വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് നമുക്ക് ട്രെയിനിങ് വേണം. മനസ്സിലായില്ലേ? നമ്മൾ ജിമ്മിലോ എവിടെയെങ്കിലും പോയി നമ്മൾ ട്രെയിനിങ് എടുത്തിരിക്കണം. വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് എത്ര മീറ്റർ? 100 മീറ്റർ നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം പ്രാക്ടീസ് ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നത് പോലെ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നില്ല. നമുക്ക് ഈ ഉള്ള കുറച്ച് കാലയളവ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഈ തവണ PT ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെ അടുത്ത തവണ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക്, എക്സാം ഓൾറെഡി നമ്മുടെ ഔട്ടായിട്ടുണ്ട്. 2025 എക്സാം ഔട്ടായിട്ടുണ്ട്. ഓഗസ്റ്റ് 3 മുതൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം നമുക്ക് നേരത്തെ തൊട്ടേ ഇത് പഠിച്ചുകൊണ്ടിരുന്നവർക്കും പുതുതായിട്ട് ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ പോകുന്നവർക്കും വേണ്ടിയിട്ട് AZB അക്കാഡമി ഒരു പുതിയ
ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീം മുൻകാല ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന പാറ്റേൺ മനസ്സിലാക്കി അത് വെച്ചിട്ടുള്ള കൺസെപ്റ്റും പ്രീവിയസ് ഇയറും കറണ്ട് അഫയേഴ്സും എല്ലാം നമ്മൾ സോർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഏറ്റവും കുറഞ്ഞ വിലയിലാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 30 ഡേ സ്റ്റഡി പ്ലാൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് തരുന്നുണ്ട്. എക്സാം ഫോക്കസ്ഡ് ഷോർട്ട് കട്ട്സും ട്രിക്സും എല്ലാം ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നമുക്ക് ഈ മിനിമം ടൈം കൊണ്ട് ഈ എക്സാം അച്ചീവ് ചെയ്യാൻ സാധിക്കുക, നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നവർക്കായാലും പുതുതായിട്ട് വരുന്ന ഒരാൾക്കായാലും വാസ്റ്റ് സിലബസ് കവർ ചെയ്യാനുള്ള ടൈം നമുക്കിനിയില്ല. നമുക്കിനി സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഈ കിട്ടുന്ന കുറച്ച് ടൈം നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ PET കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ, കാണാം.